വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ AJ വ്ളോഗ്സ്. നിങ്ങൾ വിചാരിക്കുന്നത് ഫസ്റ്റ് വ്ളോഗ് ഹിറ്റായി മാത്രമാണ് ഇവിടെ സെക്കൻഡ് വ്ളോഗ് ഇടുന്നു പറഞ്ഞത്. പിന്നെന്താ ഇവിടെ എന്നല്ലേ, നമ്മൾ പതറരുത്. ഫസ്റ്റ് വ്ളോഗ് ഹിറ്റായില്ലെങ്കിലും നമ്മൾ സെക്കൻഡ് വ്ളോഗ് ഇടണം. അങ്ങനെ കലോത്സവത്തിന്റെ ഡേ 2 ഓഫ് മൈൻ നമ്മൾ ആദ്യം പോയിട്ട് അവിടുന്ന് ഇഡ്ഡലിയും കടലക്കറിയും കഴിച്ചു. കേശാണ് കഴിക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയും, എല്ലാവർക്കും ഫുഡ് ഉണ്ട്. വന്നവർക്കും നിന്നവർക്കും കളിച്ചവർക്കും എല്ലാവർക്കും. 9 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞ കലോത്സവം തുടങ്ങിയത് കൃത്യം 10:15. വാഴയിലകൾ കൊണ്ട് കേരളത്തിന്റെ ഭൂപടം സൃഷ്ടിച്ച് അതിനു ചുറ്റും 64 മൺചിരാതുകൾ കത്തിച്ചു വെച്ച് വിച്ച് റെപ്രസെന്റ്സ് ദ 64th കലോത്സവം. അപ്പോഴാണ് എനിക്ക് തന്നെ ബോധമുണ്ടായത്, യെസ് ഇറ്റ്സ് November 1. ഹാപ്പി ബർത്ത്ഡേ കേരള ആൻഡ് കർണാടക. അല്ല, ഞാൻ കർണാടകയിലാണ് പഠിച്ചത്, അത് മറക്കരുതല്ലോ. ചെറിയൊരു പ്രതിജ്ഞയൊക്കെ ചൊല്ലി അന്നത്തെ കലോത്സവം തുടങ്ങി. സ്റ്റേജ് 1 ആദ്യത്തെ ഐറ്റം കഥകളി. വർഷങ്ങൾക്ക് മുമ്പ് അമ്പലത്തിൽ കഥകളി കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒരു മത്സരനായിട്ട് ഇത് ആദ്യമായിട്ട് കാണാം. ആകെ 2 കണ്ടസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണിക്കൂറുകൾ നീണ്ട ഈ ഒരുക്കത്തിന് തന്നെ അവർക്ക് കൊടുക്കണം ഹാറ്റ്സ് ഓഫ്. രണ്ടുപേരും തകർത്ത് ചെയ്തു. രണ്ടുപേരും 2 വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് രണ്ടുപേരും A ഗ്രേഡോടെ ജില്ലാ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത ഐറ്റം മെയിൻ സ്റ്റേജിൽ ഉണ്ടായത് കഥകളി സംഗീതമാണ്. HS വിഭാഗത്തിൽ കടുത്ത മത്സരമായിരുന്നു. ഓൾമോസ്റ്റ് 5 കുട്ടികൾ മത്സരിച്ചു എന്ന എന്റെ ഒരു ഓർമ്മ. ഹൈപ്പിച്ചൊക്കെ പോകുമ്പോ വെള്ളി വീഴല്ലേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. എന്തായാലും എല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം റിസൾട്ട് വരുമ്പോ അറിയാം. ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി സ്റ്റേജ് 4ലേക്ക് പോയപ്പോ അവിടെ കഥാപ്രസംഗം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക. ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമ്മൾ ബൗണ്ടി കഴിച്ചുകൊണ്ടാണ് അടുത്ത ഐറ്റം കാണാൻ വേണ്ടി ഇരുന്നത്. തിരുവാതിര എന്ന് കണ്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ അമ്മേനെ വിളിച്ചു വന്നു. കാരണം അമ്മയുടെ ജീവവായുവാണ് തിരുവാതിര. ഐസ്ക്രീം മസ്റ്റ് ആണല്ലോ. ഇതാണ് എന്റെ കസിന്റെ കുരിപ്പ്. ഇവനൊരു ചേച്ചിയുണ്ട്. ആക്ച്വലി അവളാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നത്. വ്ളോഗ് എടുത്തില്ല നീലുമില്ലാത്തോണ്ട് അത് ഇടയ്ക്ക് മറക്കും. ചെറിയൊരു പ്രോബ്ലം. ഒരു പ്രോഗ്രാം 5 സെക്കൻഡിൽ കൂടുതൽ മര്യാദയ്ക്ക് ഇരുന്ന് കാണാത്തവളെ ഈ തിരുവാതിര മുഴുവനായി കണ്ടു. എന്താണെന്നറിയോ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് മീര കളിക്കുന്നുണ്ട്. എന്റെ അമ്മ ഈ ഫീൽഡിൽ കുറെ കാലമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തിരുവാതിര പാട്ടുകളൊക്കെ ഏറെക്കുറെ ഫെമിലിയർ ആയിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് തവളയെ കാണിച്ച് എന്നൊന്നും പേടിപ്പിക്കാൻ നോക്കിയവൻ. പക്ഷെ ഞാൻ പേടിച്ചില്ല. ആദ്യം ചെറുതായിട്ടൊരു ഇത് തോന്നി, പക്ഷെ നമ്മളത് പ്രകടിപ്പിക്കത്തില്ലോ. ആ ആർട്ടിഫിഷ്യൽ പോണ്ടിന്റെ അടുത്ത് തന്നെ ഒരു ഏറുമാടും ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കയറി. രാവിലെ പെട്ടെന്ന് രാത്രി തോന്നിയല്ലേ, കാരണം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു. കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഒരു വലിയ ക്യൂ നിന്ന് ഫുഡിന്റെ അടുത്ത് എത്താനാകുമ്പോൾ അവരെന്നെ പിടിച്ച് കുട്ടികളുടെ ക്യൂല് നിർത്തി. ഉപകാരം ഉണ്ടാകുന്ന സാഹചര്യം നമ്മൾ മറുത്തൊന്നും പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് സ്റ്റേജ് 4ലേക്ക്. അവിടെ നാടോടി നൃത്തമായിരുന്നു. 5 നാടോടി നൃത്തം കളിച്ചെങ്കിൽ അതിൽ 4 പറഞ്ഞത് പണ്ടത്തെ തമ്പ്രാന്മാർക്ക് താഴ്ന്ന ജാതിക്കാരോടുള്ള മോശം പെരുമാറ്റത്തെ പറ്റിയായിരുന്നു. പക്ഷെ ഒന്ന് മാത്രം യൂണിക്കായിരുന്നു. അത് ശിവപാർവതിമാരെ പറ്റിയാണ് കഥ പറഞ്ഞത്. കഴിഞ്ഞ് 5 ദിവസം നീണ്ടു നിന്ന ഈ കലോത്സവം ഇവിടെ ഫുൾ സ്റ്റോപ്പ് വീണു. ആതിഥേയത്വം വഹിച്ച കോടോത്ത് സ്കൂളും തോക്കി ചില ട്രോഫികള്. ദുർഗ വാങ്ങുന്നു, രാജാസ് വാങ്ങുന്നു, ദുർഗ വാങ്ങുന്നു. സ്കൂളുകളെ പറ്റിയിട്ടാ പറഞ്ഞേ. അവസാന 2 ദിവസം കലോത്സവം കണ്ട എന്റെ എക്സ്പീരിയൻസിനെ പറ്റി ചോദിച്ചാ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പാടാ. പക്ഷെ എത്തിപ്പെട്ട എന്റെ പൊന്നെ സ്വർഗമായിരുന്നു. ഗുഡ് പ്രോഗ്രാം ആയിരുന്നു. ഒന്നിനൊരു കുറവ് വരുത്തിയില്ല സംഘാടകര്. വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്, മെഡിക്കൽ അസിസ്റ്റൻസിന് അവിടെ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ ആസ് എൻ ഓഡിയൻസ് ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ്. അങ്ങനെ ഓവറോൾ ചാമ്പ്യനായി ദുർഗയും, സെക്കൻഡ് രാജാസും, തേർഡ് കോടോത്ത് സ്കൂളുമായി ഉപജില്ല അവസാനിച്ചു. എന്റെ വ്ളോഗും. ബൈ ഗൈസ്.